നമ്മുടെ കാഞ്ഞിരപ്പള്ളി കുഞ്ഞുഞ്ഞല്ല, ഗിരിരാജൻ കോഴിയുമല്ല, റിയൽ കോഴി. മനുഷ്യർ എഗ്ഗിനായിട്ടും മീറ്റിനായിട്ടും ഒക്കെ വളർത്തുന്ന ഡൊമസ്റ്റിക് കോഴികൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവരെ പറ്റി നോക്കാം. കോഴികളെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോഴികളെ നമ്മൾ സയന്റിഫിക് ആയിട്ട് ഗ്യാലസ് ഡൊമസ്റ്റിക്കസ് എന്നാണ് പറയുക. ഈ ലോകത്ത് ഏറ്റവും അധികം കാണാനാവുന്ന മോസ്റ്റ് കോമൺ ഡൊമസ്റ്റിക് ആനിമലാണ് കോഴികൾ. ഫസീനിയുടെ ഫാമിലിയിൽ ഉൾപ്പെടുന്നവരാണ് കോഴികൾ. ഈ ഫാമിലിയിലാണ് മയിലുകളും ടർക്കിയും പോലുള്ള ഗ്രൗണ്ട് ലിവിംഗ് ബേർഡ്സ് ഉൾപ്പെടുന്നത്. അതായത് വളരെ ദൂരം ഉയർന്നു പറക്കാനാവാത്ത തറനിരപ്പിനോട് തന്നെ ചേർന്ന് ജീവിക്കുന്ന പക്ഷി വിഭാഗങ്ങൾ. നമ്മുടെ ഡൊമസ്റ്റിക് കോഴികൾ എന്ന് പറയുന്നത് റെഡ് ജംഗിൾ ഫോൾ എന്ന് പറയുന്ന നമ്മളൊക്കെ കാട്ടുകോഴികൾ എന്നൊക്കെ വിളിക്കുന്ന വലിപ്പം കുറഞ്ഞ ഉയർന്ന വലിപ്പമുള്ള വാലുകളൊക്കെയുള്ള നാടൻ കോഴികളുടെ സബ് സ്പീഷീസ് ആണ്. നമ്മൾ ഇറച്ചിക്കായിട്ടും മുട്ടയ്ക്കായിട്ടുമൊക്കെയാണ് ഡൊമസ്റ്റിക് കോഴികളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ലോകമെമ്പാടും 100ഓളം കോഴി ബ്രീഡുകൾ കാണാനാവും. അവയിൽ തന്നെ മുട്ടയുടെ ആവശ്യം, മീറ്റിൻ്റെ ആവശ്യം എന്നീ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒന്നാമത്തെ ബ്രീഡാണ് എഗ് ലേയിങ് ബ്രീഡ്സ്. പേര് കേൾക്കുന്ന പോലെ തന്നെ മുട്ടയുടെ ലഭ്യതയ്ക്കാണ് ഈ ബ്രീഡുകളിൽ പ്രാധാന്യം കൂടുതൽ. വൈറ്റ് ലെഗ് ഹോൺ, ഐസ്ലൻഡ് റെഡ് എന്നീ വിഭാഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അടുത്ത ബ്രീഡ് വിഭാഗമാണ് മീറ്റ് പ്രൊഡ്യൂസിംഗ് ബ്രീഡ്സ്. ഈ ബ്രീഡുകളെ പ്രധാനമായിട്ടും മീറ്റിൻ്റെ ആവശ്യത്തിനാണ് വളർത്തുന്നത്. കോർണിഷ് ക്രോസ്, ജേഴ്സി ജിയാൻറ്റ് എന്നിവ ഇവയ്ക്ക് ഉദാഹരണമാണ്. മീറ്റ് പ്രൊഡ്യൂസിംഗ് ബ്രീഡ്സിന് മറ്റുള്ള ബ്രീഡുകളെക്കാളും വലിപ്പ കൂടുതലും ഉണ്ടായിരിക്കും. അടുത്ത ബ്രീഡ് വിഭാഗമാണ് ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. സൂസെക്സ്, പ്ലൈമുത്ത് റോക്ക് എന്നിവയെല്ലാം ഡുവൽ പർപ്പസ് ബ്രീഡുകളാണ്. മുട്ടയും ഇറച്ചിയും ഉൽപ്പാദിപ്പിക്കാനാവുന്നവരാണ് ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. അവസാനത്തെ ബ്രീഡ് വിഭാഗമാണ് ഓർണമെൻ്റൽ ബ്രീഡ്സ്. ഈ ബ്രീഡ്സിനെ കൂടുതലായിട്ടും അലങ്കാരത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെറ്റായിട്ടാണ് ആളുകൾ വളർത്തുന്നത്. കാഴ്ചയിൽ സുന്ദരന്മാരും സുന്ദരികളും ഇവർ തന്നെയാണ്. സിൽക്കി, പോളിഷ് എന്നീ ബ്രീഡുകളൊക്കെയാണ് ഓർണമെൻ്റൽ ബ്രീഡ്സിന് ഉദാഹരണമായിട്ട് പറയാനാവുന്നത്. ഇനി എന്തൊക്കെയാണ് കോഴികളുടെ സ്പെഷ്യൽ എബിലിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഏത് തരത്തിലുള്ള കാലാവസ്ഥയിലും ജീവിക്കാനാവുന്നവരാണ് കോഴികൾ. ഇൻഡസ്ട്രിയലായി വലിയ ഫാക്ടറി ഫാമുകളിലോ ചെറിയ എണ്ണത്തിൽ വീടുകളിലോ ചിലവ് കുറഞ്ഞ രീതിയിൽ കോഴികളെ വളർത്താനാവും. ഇതുതന്നെയാണ് കോഴികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ എഗ് ലേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കോഴികൾക്ക്, പ്രത്യേകിച്ച് എഗ് ലെയിൻ ബ്രീഡുകൾക്ക് 250 മുതൽ 300 മുട്ടകൾ വരെ ആനുവലി ഉൽപ്പാദിപ്പിക്കാനാവും. അതുകൊണ്ട് തന്നെയാണ് ആഹാരത്തിനുള്ള ഏറ്റവും വലിയൊരു സോഴ്സായിട്ട് കോഴികളെ ഉപയോഗിക്കാനാവുന്നതും. നമ്മൾ ഈ കേൾക്കുന്ന അലാറം സൗണ്ട് അല്ലാതെ തന്നെ ഏകദേശം 30ഓളം ശബ്ദങ്ങൾ കോഴികൾ ഉണ്ടാക്കാറുണ്ട്. ഓരോ ശബ്ദവും ഉണ്ടാക്കുന്നത് ഓരോ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും. ചില ശബ്ദങ്ങൾ ആഹാരം കണ്ടുപിടിക്കാനും ചില ശബ്ദങ്ങൾ എതിരാളികളെ തിരിച്ചറിയുമ്പോൾ മുന്നറിയിപ്പിനായിട്ടും ഇവർ ഉപയോഗിക്കുന്നു. കോഴികൾക്ക് നമ്മൾ മനുഷ്യരെ തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ കോഴികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ സമയം തിരിച്ചറിയാനുള്ള കഴിവെന്ന് പറയുന്നത്. കോഴികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു കർക്കാഡിയൻ റിതമാണുള്ളത്. അതായത് 24 മണിക്കൂറിൽ രാത്രിയും പകലും തിരിച്ചറിയാനുള്ള കഴിവ്. അതുപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് കൂവി നമ്മളെ എണീപ്പിക്കാൻ കോഴികൾക്കാവുന്നത്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിയില്ലെങ്കിലും രാവിലെയായി എന്ന് നമ്മളെ കൂവി എണീപ്പിക്കാൻ കോഴികൾക്കാവും. ഇനി കോഴികളെ കൊണ്ട്, അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്നത് കൊണ്ട് മനുഷ്യനുള്ള കുറച്ച് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴികൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സോഴ്സ് ആണ്. അതായത് ഒരിക്കലും നിലയ്ക്കാത്ത ഫുഡ് സോഴ്സ്. കോഴികളെ മീറ്റിനായിട്ടും അതേപോലെ തന്നെ എഗ്ഗിനായിട്ടും ഉപയോഗിക്കാനാവുന്നത് കൊണ്ട് തന്നെ മനുഷ്യന് ആഹാര ലഭ്യതയ്ക്കുള്ള ഏറ്റവും വലിയൊരു സോഴ്സാണ് കോഴികൾ. മറ്റൊരു കാര്യം, കോഴികളെ വളർത്തുന്നതിൻ്റെ വളരെ ചിലവ് കുറവാണ് എന്നുള്ളതാണ്. മറ്റുള്ള ജീവി വിഭാഗങ്ങളെക്കാൾ വലിപ്പക്കുറവായതുകൊണ്ടും പരിചരണം വളരെ കുറച്ച് മാത്രം ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടും വളരെ ചിലവ് കുറഞ്ഞതാണ് കോഴി വളർത്തൽ. കോഴിമുട്ടകൾ വീട്ടിൽ അല്ലെങ്കിൽ ഫാമുകളിൽ വിരിയിച്ചെടുക്കാനാവുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. വളരെ വേഗത്തിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു എന്നതിനാലും കോഴികൾക്ക് വളരെയധികം പ്രാധാന്യമേറുന്നു. വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ടയും മീറ്റും നൽകാൻ കോഴികൾക്കാവുന്നു. ഇനി നമുക്ക് കോഴികളെ കൊണ്ടുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെയധികം രോഗങ്ങളും ഇൻഫെക്ഷൻസും പടരുന്നത് കോഴികളിലൂടെയാണ്. സാൽമൊണല്ല പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും പടർത്തുന്നതിൽ കോഴികളുടെ പങ്ക് വളരെ വലുതാണ്. ഇൻഡസ്ട്രിയലായിട്ട് കോഴികളെ വളർത്തുന്നത് വളരെയധികം ഡീഫോറസ്റ്റേഷനും കാരണമാവുന്നുണ്ട്. മാത്രമല്ല, വളരെയധികം ഇരപിടിയന്മാരാൽ ചുറ്റിയാണ് കോഴികളുടെ ജീവിതം. പാമ്പുകളുടെയും ചെന്നായ്ക്കളുടെയും എല്ലാം മെയിൻ ഇരയാണ് കോഴികൾ. മാത്രമല്ല, റൂസ്റ്റേഴ്സ് പോലെയുള്ള ചില ചിക്കൻ ബ്രീഡുകൾക്ക് നോയിസ് പൊല്യൂഷൻ വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നോയിസ് പൊല്യൂഷനും കാരണമാകുന്നു. സാധാരണയായിട്ട് പെറ്റായിട്ട് വളർത്തുന്ന കോഴി വിഭാഗങ്ങൾ 7 മുതൽ 10 വർഷങ്ങൾ വരെ ജീവിച്ചിരിക്കാറുണ്ട്.
ഏകദേശം 8,000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഏഷ്യയിലാണ് ആദ്യമായിട്ട് ചിക്കനെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളർത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ ചില പുരാവസ്തു ഗവേഷകരുടെ പഠനത്തിൽ നിന്നും 2000 BC മുതൽ തന്നെ കോഴികളെ മനുഷ്യൻ വളർത്തിയിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താനാവുമെന്നതിനാലും പെട്ടെന്നുള്ള ആഹാര ലഭ്യത കിട്ടുമെന്നതിനാലും മനുഷ്യൻ കോഴികളെ പണ്ട് കാലം മുതലേ തന്നെ വളർത്തി വരുന്നു. മാത്രമല്ല ഇന്നത്തെ മോഡേൺ ഫാമുകളിൽ ബ്രോയിലർ ചിക്കൻ ആഴ്ചകൾക്കുള്ളിൽ തന്നെ 4 മുതൽ 6 കിലോ വരെ വെയിറ്റിൽ വളരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഫുഡ് സോഴ്സ് ആയിട്ട് കോഴികൾ തുടരുന്നു. അടുത്ത തവണ നിങ്ങൾ പോയി ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കോഴികളുടെ ചരിത്രവും പ്രത്യേകതകളുമൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ആരോർക്കാൻ, ആ എല്ലെങ്കിലും ഒന്ന് വെറുതെ വിടണേടേ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസും കൂടെ ചെക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.